പൊളിറ്റിക്കൽ പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്. എന്തുകൊണ്ട് ആ സംഘടനയെ ഈ തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ വിധേയമാക്കിയാൽ പോലും ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തലുകളിലേക്ക് എത്തിപ്പെടുന്നില്ല. അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും ഭയത്തിലാണ്, ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ഭയത്തിലാണ്. ഇതാ മുസ്ലിം വിഭാഗത്തെ മുഴുവൻ ഇവിടെ നിന്ന് ഓടിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നതിന്റെ യുക്തി എന്താണ്? യഥാർത്ഥത്തിൽ ഇതിപ്പോ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിലെ യഥാർത്ഥ പ്രശ്നം RSS ആണെന്ന് തിരിച്ചറിഞ്ഞ് RSS ആണെന്ന് ജനങ്ങൾക്കിടയിൽ അവയർനെസ് നടത്തിയ പാർട്ടിയാണ്, സംഘടനയാണ്. ഇന്ത്യയിലെ യഥാർത്ഥ പ്രശ്നം RSS തന്നെയാണ്. ഇന്ത്യയിൽ ഭീകര സ്ഫോടനം നടന്നത്, മലേഗാവ് മക്ക മസ്ജിദ് ഉൾപ്പെടുന്ന സ്ഫോടനങ്ങൾ നടന്നത്, ഗാന്ധിയെ കൊന്നത് RSS ഐഡിയോളജിയാണ്, ബാബരി മസ്ജിദ് പൊളിച്ചത് RSS ഐഡിയോളജിയാണ്. അപ്പൊ ഇന്ത്യയിൽ ഈ ജനങ്ങൾ സ്വസ്ഥമായ ജീവിതം നയിക്കുന്ന ജനതയുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി ഹിന്ദുവിനെയും മുസൽമാനെയും രണ്ടാക്കിക്കൊണ്ട് അവരുടെ ഇടയിൽ വർഗീയത വളർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് അധികാരത്തിലിടാൻ ശ്രമിക്കുന്ന ഒരു സംഘപരിവാര BJP ഭരണകൂടത്തിനെതിരെ പോപ്പുലർ ഫ്രണ്ട് ആരംഭിച്ചത് 2006 ആയിരുന്നില്ല. CPM ഇപ്പൊ നോക്കൂ, നിങ്ങൾ RSS പറയുന്നത് തന്നെ എന്റെ ഒരു സംശയം, അതായത് 2006 പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന മറ്റു തരത്തിലൊക്കെ രൂപപ്പെട്ടു വരുന്നത്. താങ്കൾ ഈ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച രണ്ട് വിഷയങ്ങൾ, മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത്, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്, ഇന്ത്യയിലെ ഒരു ഹൈന്ദവ സമൂഹമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളോ ഒന്നും ഇതിനെ സ്വാഗതം ചെയ്യുന്നവരല്ല. അപ്പോൾ സ്വാഭാവികമായും എന്റെ സംശയം എന്നത് ഈ 2006 ശേഷം എത്രത്തോളം വലിയ ഭീകര വേട്ടകൾക്കാണ് അല്ലെങ്കിൽ ഈ വർഗീയ പ്രതിസന്ധികളാണ് ഈ രാജ്യത്ത് നേരിട്ടിട്ടുള്ളത് താങ്കളുടെ അറിവിൽ? യഥാർത്ഥത്തിൽ 1925 മുതൽ ബാബരി മസ്ജിദ് തകർക്കുന്നത് വരെയുള്ള സമയത്ത് RSSന്റെയും BJPയുടെയും വളർച്ച വളരെ സ്ലോ ആയിരുന്നു, ഗ്രാജുവൽ ആയിരുന്നു. 92 ബാബരി മസ്ജിദ് തകർത്ത് മുതലാണ് ഇന്ത്യയുടെ ചിത്രം മാറാൻ തുടങ്ങിയത്, ഇന്ത്യയുടെ ചിത്രവും ചരിത്രവും മാറാൻ തുടങ്ങിയത്. ആലോചിച്ച് നോക്കൂ, 2014 BJP അധികാരത്തിൽ നടത്തിയ മൾട്ടിപ്പിൾ ഈ 2006 സ്ഫോടനങ്ങളാണല്ലോ ഈ മുസ്ലിം മതവിഭാഗത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ ഒക്കെ ക്ഷേമത്തിനായി ഈ സംഘടന പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്റെ ചോദ്യം, 2006 മുതൽ നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന 2022 വരെയുള്ള കാലഘട്ടത്തിൽ ഈ മുസ്ലിം മതവിഭാഗങ്ങൾ ഇത്തരത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ വലിയ തോതിലുള്ള അല്ലെങ്കിൽ 1-2 ഇൻസിഡന്റുകളെയല്ല ഉദ്ദേശിക്കുന്നത്, വലിയ തോതിൽ ആക്രമണത്തിനിരയാക്കപ്പെടുന്ന സംഭവങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഞാൻ പറഞ്ഞല്ലോ, 1989 കൂടിയാണ് NDF എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ രൂപം കൊള്ളുന്നത്. സമാനമായ സമയത്ത് തമിഴ്നാട്ടിലെ MNP എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും പ്രാദേശികമായ സംഘടനകൾ ഉണ്ടാവുന്നത് RSS എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന ഉണ്ടാക്കുന്ന ഈ രാജ്യത്തുണ്ടാക്കുന്ന ഭയത്തിൽ നിന്നാണ് ഉണ്ടായത്. പല മുസ്ലിം സംഘടനകൾ ഉണ്ടായിട്ടുള്ളത്. ആ സംഘടനകളുടെ ഒരു ഏകീകൃത രൂപമായിരുന്നു 2006 വന്നപ്പോൾ പോപ്പുലർ ഫണ്ട് ആയി എന്ന് പറയുന്നത്. താങ്കൾ പറയുന്ന, അഭിലാഷ് പറയുന്ന 2006 വന്ന പോപ്പുലർ ഫണ്ട്. അപ്പൊ 89 അതിന് ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്. ബാബരി മസ്ജിദാണ് അതിന്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന്. ബാബരി മസ്ജിദ് തകർത്തത് ഇന്നും നോക്കൂ, ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ കോടതി പറഞ്ഞതാണ് അത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞത്. പക്ഷേ അതിൽ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ആളുകളെ ഇന്ത്യൻ ഭരണകൂടം എന്താ ചെയ്യേണ്ടത്? പക്ഷെ അവരിന്ന് സ്വതന്ത്രരാണ്. നമ്മളെല്ലാവരും TV കണ്ടതല്ലേ, എല്ലാവരും TVയിൽ കണ്ടതാണ് ആരൊക്കെയാണ് അവിടെ ആനന്ദ നൃത്തമാടുന്നത്, അത് തകർക്കുന്നത്. പക്ഷെ ആ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ആളുകൾ മുഴുവൻ സ്വതന്ത്രരായി പുറത്തു നിൽക്കുകയാണ്. അതിനുശേഷം ഈ ഇന്ത്യയിൽ നടന്ന സ്ഫോടനങ്ങൾ, ഇന്റലക്ച്വലായ ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരല്ലേ RSS നടത്തിയ സ്ഫോടനത്തിന്റെ പേര് ജയിലിലിട്ടത്. മലേഗാവ് മക്ക മസ്ജിദ് സംജോത് ഉൾപ്പെടുന്ന സ്ഫോടനങ്ങളിൽ പ്രതിയായി പിടിക്കപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാണ്. പക്ഷെ RSSന്റെ ഇന്ദ്രേഷ് കുമാർ എന്ന് പറയുന്ന ദേശീയ നിർവാഹക സമിതി അംഗം ഉൾപ്പെടെ ആളുകൾ പ്രതിയാണെന്ന് ഹേമന്ത് കർക്കറെ കണ്ടെത്തിയ ശേഷവും ഈ ആളുകളുടെ മോചനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരെല്ലാം ഭാവി, ഇന്റലക്ച്വൽ ചെറുപ്പക്കാരുടെ ഭാവി നോക്കൂ. ഹിജാബ് ഒരു മുസ്ലിം വിഭാഗത്തിന്റെ അവകാശമാണ്. ഇപ്പൊ കർണാടക